ബലി പെരുന്നാളിനോട് അനുബന്ധിച്ച് ഇവിടെ സംഘടിപ്പിച്ച ഈ ചെറിയ പരിപാടിയിൽ ഞങ്ങളുടെ ക്ഷണം സ്വീകരിച്ച് ഇവിടെ എത്തിച്ചേർന്ന എല്ലാ സുഹൃത്തുക്കൾക്കും അവരുടെ കുടുംബങ്ങൾക്കും ഈ അവസരത്തിൽ നന്ദി അറിയിക്കുകയാണ്. അതോടൊപ്പം ഇന്ന് ഈ പരിപാടിയിൽ കുട്ടികൾ അവതരിപ്പിച്ച കലാ കായിക മത്സരങ്ങളെ സമ്മാനാർഹരായ കുട്ടികൾക്ക് സമ്മാനദാനം ചെയ്യുന്നതോടൊപ്പം തന്നെ OICC അഫ്രൽമത്തിന്റെ ജമാം റീജിയണൽ കമ്മിറ്റി സെക്രട്ടറി ശ്രീ സലീം കീരിക്കാടിനെ ആശംസ അറിയിക്കാൻ വേണ്ടി ഈ വേദിയിലേക്ക് ക്ഷണിക്കുകയാണ്. ഏറ്റവും പ്രിയപ്പെട്ട OICCയുടെ അഫ്രൽമദീൻ ഏരിയ കമ്മിറ്റിയുടെ പ്രസിഡന്റ് വിപിൻ ഭട്ടത്ത്, OICCയുടെ ജില്ലാ കമ്മിറ്റി പ്രവർത്തക സമിതി അംഗം ഇക്ബാൽ ആലപ്പുഴ, OICC റീജിയണൽ കമ്മിറ്റി അംഗം സാബു സി തോമസ്, ഈ പരിപാടി വളരെ വിജയപ്രദമായ രീതിയിൽ നടത്തുവാൻ വേണ്ടി പ്രയത്നിച്ച പ്രിയപ്പെട്ട OICC അഫ്രൽമദീൻ കമ്മിറ്റിയുടെ നേതാക്കൾ, അതുപോലെ തന്നെ ഈ പരിപാടി വളരെ വിജയപ്രദമാക്കുന്നതിന് വേണ്ടി ഞങ്ങളോടൊപ്പം സഹകരിക്കുന്ന പ്രിയപ്പെട്ട ജലാൽ ഭായ്, സന്തോഷ് ഭായ്, മറ്റ് സഹോദരി സഹോദരന്മാരെ, നിങ്ങൾക്ക് എൻ്റെ ഹൃദ്യമായ നമസ്കാരം. ആദ്യമായി എല്ലാവർക്കും ഹൃദയത്തിന്റെ ഭാഷയിൽ ഈ ആശംസകൾ നേരുകയാണ്. എ ബ്രീഫ് ഹിസ്റ്ററി ഓഫ് ഹ്യൂമൻ കൈൻഡ് എന്ന പുസ്തകത്തിൽ യുമാനൂർ ഹരാരി പറയുന്ന ഒരു വാചകമുണ്ട്. മനുഷ്യന്റെ സംഘടിക്കലിനെ കുറിച്ചാണ് പറയുന്നത്. അത് മനുഷ്യവർഗം എന്ന് പറയുന്നത് ഒരു മറ്റുള്ള ജീവികളിൽ നിന്നും വ്യത്യസ്തമായിട്ടുള്ള ഏതൊരു ജീവിയുണ്ടോ ആ ജീവിയിൽ നിന്നും ഏറ്റവും വ്യത്യസ്തമായി കാണുന്നതും മനുഷ്യനാണെന്നും ആ മനുഷ്യൻ ലോകത്തിന് വികസനം ഉണ്ടാക്കുന്നതിന്റെ മുഖ്യ കാരണം അവരുടെ സംഘടിക്കുവാനുള്ള കഴിവാണ് എന്നാണ് ആ പുസ്തകത്തിലൂടെ അദ്ദേഹം പ്രതിപാദിക്കുന്നത്. എന്നിട്ട് അദ്ദേഹം അത് കുറെ മതവിമർശനങ്ങളും കുറെ ഇന്നിന്റെ ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ നടക്കുന്ന വർഗീയ ഫാസിസം വരെ ചർച്ച ചെയ്യപ്പെടുന്ന ഒരു വിഷയമാണത്. എ ബ്രീഫ് ഹിസ്റ്ററി ഓഫ് ഹ്യൂമൻ കൈൻഡ് എന്ന പുസ്തകം. ഞാൻ അതിലേക്കൊന്നും കിടക്കാൻ ആ വിഷയം ചർച്ച ചെയ്യാൻ ഇപ്പോൾ ആഗ്രഹിക്കുന്നില്ല. നമുക്കറിയാം, ഇന്ന് ഈ പരിപാടി സംഘടിപ്പിക്കപ്പെട്ടിരിക്കുന്നത് ഇന്ത്യയിലെ ഏറ്റവും വലിയ മതേതര ജനാധിപത്യ രാഷ്ട്രീയ പ്രസ്ഥാനമായ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിന്റെയും നവോത്ഥാനത്തിന്റെയും ആധുനിക നിർമ്മാണത്തിന്റെയും അടിത്തറയായ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പ്രവാസി ഘടകമായ OICC ഹൈദരാബാദ് കമ്മിറ്റിയാണ്. OICC ഹൈദരാബാദ് കമ്മിറ്റി ഇന്ന് ഈ പരിപാടി ഇവിടെ സംഘടിപ്പിക്കപ്പെടുമ്പോൾ ഇതോടൊപ്പം തന്നെ ലോകത്തിന്റെ വിവിധങ്ങളായ ഭാഗങ്ങളിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പ്രവർത്തകർ എവിടെയുണ്ടോ അവിടെയെല്ലാം OICCയുടെ പ്രവർത്തകർ ഇതേപോലെയുള്ള പരിപാടികൾ അല്ലെങ്കിൽ കാരുണ്യ പ്രവർത്തനങ്ങൾ ജീവകാരുണ്യ മേഖലകളിലൊക്കെ സജീവമായി നിലകൊള്ളുകയാണ്. നമുക്കറിയാം, ഇന്നും ബഹുമാന്യനായ ബിജു കല്ലുമല നേതൃത്വം നൽകുന്ന നാഷണൽ കമ്മിറ്റി മക്കത്തും മദീനയിലും നൂറുകണക്കിന് വളണ്ടിയർമാരുടെ സേവനമാണ് ഇന്നും നടന്നുകൊണ്ടിരിക്കുന്നത്. ഇന്ത്യയിൽ നിന്ന് എത്തിയ ഹാജിമാർക്ക് വേണ്ട സേവനങ്ങൾ, അവരുടെ വേണ്ട ഭക്ഷണങ്ങൾ, അവരുടെ വസ്ത്രങ്ങൾ, അവർക്ക് വേണ്ട എല്ലാവിധമായ സൗകര്യങ്ങളും ഒരുക്കി കൊടുത്തുകൊണ്ട് OICCയുടെ വനിതാ വിംഗ് അടക്കം നമ്മുടെ സഹോദരിമാരടക്കം അവിടെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. അതുപോലെ തന്നെ ഇന്നും ഇതേ സമയത്തും കുവൈറ്റിൽ നമ്മളെ വിട്ടുപിരിഞ്ഞ നമ്മുടെ പ്രിയപ്പെട്ട സഹോദരന്മാർ, പ്രവാസി സുഹൃത്തുക്കൾ, അവരുടെ കുടുംബങ്ങൾ, അവരുടെ മക്കൾ, അവരുടെ മാതാപിതാക്കൾ, അവരുടെ ഭാര്യമാർ, അവരുടെ ഭാവി ജീവിതം എങ്ങനെ എന്നുള്ളതിനെ കുറിച്ച് ചർച്ച ചെയ്യുകയും അതിനു വേണ്ട പരിഹാരങ്ങൾ നൽകുവാനുള്ള ശ്രമത്തിലുമാണ് കുവൈറ്റിലെ OICC പ്രവർത്തകർ. ഇന്ന് ഞാനിപ്പോൾ ഇവിടെ നിൽക്കുന്ന ഞാനും കൂടെ ഉൾക്കൊള്ളുന്ന OICCയുടെ റീജിയണൽ കമ്മിറ്റിയുടെ വനിതാ വിംഗ് ഇന്നും ഇന്നലെയുമായി ദമാമിലെ വനിതാ ജയിലുകൾ സന്ദർശിക്കുകയാണ്. OICCയുടെ നമ്മുടെ സഹോദരിമാർ OICCയുടെ വനിതാ വിംഗിന്റെ
പ്രസിഡന്റായിട്ടുള്ള ബിബി ജെയിംസും ജനറൽ സെക്രട്ടറി ആയിട്ടുള്ള ഹുസ്ന ആസിഫും അടങ്ങുന്ന വലിയ വനിതാ വിങ്ങിന്റെ ടീമാണ് ജയിലുകൾ സന്ദർശിക്കുകയും അവർക്ക് വേണ്ട പെരുന്നാൾ സമ്മാനങ്ങൾ നൽകുകയും അവരുടെ ഭാവിയെ കുറിച്ച് അവർ എത്തപ്പെട്ട കാര്യങ്ങളെ കുറിച്ചെല്ലാം പഠിച്ച് മനസ്സിലാക്കുകയും പരിഹരിക്കാൻ പറ്റുന്ന സംഗതികളാണെങ്കിൽ അതെല്ലാം പരിഹരിക്കപ്പെടുക എന്നുള്ളതാണ് ഈ സന്ദർശനത്തിന്റെ ലക്ഷ്യം. ഇങ്ങനെ വിവിധങ്ങളായ ഭാഗങ്ങളിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പ്രവർത്തകർ, അതിന്റെ വിദേശഘടകങ്ങളിലെ പ്രവർത്തകർ ഓരോ മേഖലകളിലും കാരുണ്യ പ്രവർത്തനങ്ങളും സാമൂഹിക സാംസ്കാരിക പ്രവർത്തനങ്ങളുമായി മുന്നേറുകയാണ്. അപ്രഭാത്തിലും ഇങ്ങനെ തന്നെയാണ്. കഴിഞ്ഞ 4 വർഷക്കാലമായി അപ്രഭാത്തിൽ രൂപീകൃതമായ OICC പിന്നിട്ട വാദയോനങ്ങളിൽ അർപ്പിച്ച സേവനങ്ങളെ കുറിച്ചൊന്നും ഞാൻ ഇപ്പോൾ ഇവിടെ വിശദീകരിക്കാൻ ആഗ്രഹിക്കുന്നില്ല. കാരണം അതിന്റെ വേദി ഇതല്ല എന്നുള്ളതുകൊണ്ട് അതിനകത്ത് ഒരുപാട് സമയങ്ങൾ അതിന് വേണ്ടി വരും. കഴിഞ്ഞ 4-6 മാസത്തിനുള്ളിൽ തന്നെ ഈ അഹമ്മദാബാദിലെ ബഹുമാന്യനായ വിപിന്റെ നേതൃത്വത്തിൽ ഏകദേശം 30ഓളം ഡെഡ് ബോഡി തന്നെ കയറ്റി അയക്കപ്പെട്ടിട്ടുണ്ട്. നാട്ടിലേക്ക് കയറ്റി അയച്ചു 30 ഡെഡ് ബോഡി ഇവിടെ നിന്ന് കയറ്റി അയച്ചു എന്ന് പറയുമ്പോൾ നിങ്ങൾക്കൊന്ന് എവിടെയാണ് മരണപ്പെട്ടത്, ഇത്രയും പേര് എവിടെയാണ് നിങ്ങൾ ചോദിക്കും. ദിവസവും ഓരോരുത്തർ നമ്മളെ വിട്ടു പിരിയുന്നുണ്ട്, നമ്മളത് അറിയുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ. നമ്മൾ കുറച്ചുകൂടി വിശാലമായി ചിന്തിക്കുമ്പോൾ, കുറച്ച് സമൂഹത്തിലേക്ക് ഇറങ്ങി പഠിക്കുമ്പോൾ നമുക്കത് ബോധ്യമാകും. ഓരോ ദിവസവും നമ്മളെ വിട്ടു പിരിയുന്നവർ അത് മലയാളികളാവണമെന്നില്ല. നോർത്ത് ഇന്ത്യയിലുള്ളവരാണ് കൂടുതൽ. അറ്റാക്ക് വന്നവരുണ്ട്, ഇടിമിന്നലേറ്റവരുണ്ട്, അതുപോലെ അപകടത്തിൽപ്പെട്ടവരൊക്കെയുണ്ട്. അവരെ സഹായിച്ചുകൊണ്ടേയിരിക്കുകയാണ് നമ്മൾ. ഏകദേശം 30ഓളം പേരെയാണ് ഈ കഴിഞ്ഞ 6 മാസത്തിനുള്ളിൽ തന്നെ OICCയുടെ അപ്രഭാതൻ കമ്മിറ്റി മുൻകൈയെടുത്ത് നാട്ടിലേക്ക് അയച്ചത്. ഇന്ത്യൻ എംബസി പൂർണ്ണമായും സഹകരിക്കുന്നുണ്ട്. എംബസി ഉദ്യോഗസ്ഥന്മാരെ ഇതിന് ശരിക്കും നമുക്ക് അഭിനന്ദിക്കേണ്ടതായിട്ടുണ്ട്. അവരുടെ പൂർണ്ണ സഹകരണം ഈ വിഷയത്തിൽ നമുക്കുണ്ട്. ഈ അടുത്തിടെ ഒരു ആക്സിഡന്റിൽപ്പെട്ട UP സ്വദേശി അദ്ദേഹത്തിനെ കയറ്റി അയക്കുന്നതുമായി ബന്ധപ്പെട്ട് ആദ്യമായി നമ്മൾ നഷ്ടപരിഹാരം കൊടുക്കണമെന്നാണ് ആവശ്യപ്പെട്ടത്. ആക്സിഡന്റിൽ മരണപ്പെട്ടതാണ്. അങ്ങനെ 3 ലക്ഷം രൂപ വാങ്ങിക്കൊടുക്കുന്നതിന് ഇന്ത്യൻ എംബസിയുടെ സഹായത്തോടുകൂടി OICC ശ്രമിക്കുകയും അത് ഏകദേശം വിജയപ്രദമാകുകയും ചെയ്തു എന്നുള്ളതാണ്. അങ്ങനെ എല്ലാ മേഖലകളിലും മരുഭൂമിയിലേക്ക് ആട്ടിടയന്മാർക്ക് സേവനം ചെയ്യുവാൻ ഇറങ്ങിയതടക്കം, അല്ലെങ്കിൽ റംസാൻ നടത്തിയ ഇഫ്താറുകളടക്കം, റംസാനുകൾ നടത്തിയ റിലീഫ് പ്രവർത്തനങ്ങളടക്കം ഏത് മേഖലയിലും OICC അത് ഹൈദരാബാദിലായാലും രാജ്യത്തിന്റെ സൗദിയിലായാലും ലോകത്തിന്റെ വിവിധങ്ങളായ ഭാഗങ്ങളിലെല്ലാം ജീവകാരുണ്യ പ്രവർത്തനവും സാമൂഹിക സാംസ്കാരിക പ്രവർത്തനവും നടത്തി മുന്നേറുന്ന ഒരു പ്രസ്ഥാനമാണ് OICC. പ്രിയപ്പെട്ട സഹോദരന്മാരുടെ എനിക്ക് പറയാനുള്ളത് മാത്രമാണ്, നമ്മുടെ രാജ്യം ഇന്ന് സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നത് എവിടേക്കാണെന്ന് നിങ്ങൾക്കറിയാം. ഞാൻ നേരത്തെ പറഞ്ഞ യുവാൻ നൂഹ് ഹലാജി പറയുന്ന ഒരു വാക്കുണ്ട്, ഒരു കളവ് 100 തവണ ആവർത്തിച്ചാൽ അത് സത്യമാകുമെന്ന ഗീബർസിയൻ തിയറിക്കും അപ്പുറം അത് 1000 തവണ ആവർത്തിക്കുമ്പോൾ അതൊരു കഥയായി മാറുമെന്നും ഈ കഥകൾ നിരന്തരം ആവർത്തിക്കുന്നതിലൂടെ അത് മതമായി മാറുമെന്നും അദ്ദേഹം വ്യാഖ്യാനിക്കുകയാണ്. അദ്ദേഹം അത് വ്യാഖ്യാനിക്കുന്നത് മതത്തെ കുറ്റപ്പെടുത്തിക്കൊണ്ടല്ല. ഞാനും നിങ്ങളെപ്പോലെ ഒരു മതവിശ്വാസി തന്നെയാണ്. പക്ഷേ മതത്തിന്റെ പിന്നിൽ ഒളിഞ്ഞിരിക്കുന്ന കുറെ ഗൂഢാലോചനകളുടെ മതം വിറ്റ് ജീവിക്കുന്ന ഒരു വർഗത്തെ കുറിച്ചാണ് അദ്ദേഹം അതിനകത്തൂടെ വിശദീകരിക്കുന്നത്. അത് അദ്ദേഹം പറയുന്നത് ഏറ്റവും കൂടുതൽ നിലനിന്നത് 19-ാം നൂറ്റാണ്ടിന്റെ അവസാന കാലം വരെയായിരുന്നു. ഈ 19-ാം നൂറ്റാണ്ടിന്റെ അവസാന കാലം വരെ നിലനിന്ന പൗരോഹിത്യം, ആ പൗരോഹിത്യ വർഗത്തിനെതിരെ നിലകൊണ്ട പ്രസ്ഥാനങ്ങളായിരുന്നു 3 ഇസ്ലങ്ങളെ കുറിച്ച് അദ്ദേഹം പ്രതിപാദിക്കുന്നുണ്ട്. ഒന്ന് ഫാസിസം, മറ്റൊന്ന് കമ്മ്യൂണിസം, മറ്റൊന്ന് ലിബറലിസം. ഈ 3 ഇസ്ലത്തെ കുറിച്ച് അദ്ദേഹം പ്രതിപാദിച്ചിട്ട് പറയുന്നു, ആദ്യമേ തന്നെ ഫാസിസം നിലനിന്നില്ല. 2ാം ലോക മഹായുദ്ധത്തോടു കൂടി അത് അവസാനിച്ചു. കാരണം അതിന് നിലനിൽപ്പില്ലായിരുന്നു. അത് 19, 15, 16 നൂറ്റാണ്ടുകളിൽ ലോകത്ത് നിലനിന്ന ആ സ്വേച്ഛാധിപത്യ ഭരണ സംവിധാനത്തിന് തുല്യമായിരുന്നു ഫാസിസം എന്നതുകൊണ്ട് അത് നിലനിന്നില്ല. എന്നാൽ കമ്മ്യൂണിസം ഏകദേശം ആശയങ്ങൾ മുറുകെ പിടിച്ചുകൊണ്ട് 1990 വരെയൊക്കെ ആ ആശയത്തിൽ അധിഷ്ഠിതമായി നിലനിന്നിരുന്നു. പിന്നീട് അതും ആശയത്തിൽ നിന്നും വ്യതിചലിച്ചു പോയി. എന്നാൽ ലിബറലിസം ലോകത്തിന്റെ നാനാഭാഗങ്ങളിലേക്ക് പടർന്നു പന്തലിച്ചപ്പോൾ ആ ലിബറൽ ഡെമോക്രസിയിലൂടെ ലോകം ഒരു കുടക്കീഴിലെത്തി എന്ന് അദ്ദേഹം പറയുന്നുണ്ട്.
അത് നമ്മൾ ഏകദേശം നമുക്ക് പഠിക്കുമ്പോൾ മനസ്സിലാകും. ലോകത്ത് ഏറ്റവും കൂടുതൽ വികസനം ഉണ്ടാകുന്നത് 20-ാം നൂറ്റാണ്ടിലാണ്. ആ 20-ാം നൂറ്റാണ്ടിലാണ് ലിബറലിസത്തിന്റെ കാലഘട്ടം. ആ കാലഘട്ടത്തിലാണ് ലോകത്ത് മുഴുവനായും വികസനം ഉണ്ടാകുന്നത്. ആ കാലഘട്ടത്തിലാണ് നമ്മളുടെ ഇന്ത്യ മഹാരാജ്യത്ത് പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവിന്റെ നേതൃത്വത്തിൽ 1950 ജനുവരി മാസം 26-ന് ലോകത്തിന് തന്നെ ഏറ്റവും വലുതും മഹത്തരവുമായ ഒരു ഭരണഘടനയെ നൽകിക്കൊണ്ട് ഇന്ത്യയുടെ കുതിപ്പിന് തുടക്കം കുറിച്ചത്. ആ കുതിപ്പ് വിജയപ്രദമാകുവാൻ കാരണം ആ ലിബറൽ ഡെമോക്രസിയുടെ വിജയമാണ്. പക്ഷേ അത് വന്ന് അവസാനിക്കുന്നത് ആ 2020 ഏകദേശം 2021 തുടക്കത്തോടുകൂടി ഏകദേശം ലിബറൽ ഡെമോക്രസിയും അവസാനിക്കുന്നതായിട്ട് അദ്ദേഹം വിവരിക്കുന്നുണ്ട്. കാരണം അതിന്റെ മുഖ്യമായ കാരണം നരേന്ദ്രമോദിയെ പോലെയുള്ള ഭരണാധികാരന്മാർ ലോകത്തെത്തിയതാണ്. ഒരു നരേന്ദ്രമോദി മാത്രമല്ല, ലോകത്ത് അതേപോലെയുള്ള അനവധി ഭരണാധികാരന്മാരെത്തി. അവരെല്ലാം ഈ പറയപ്പെടുന്ന വർഗീയ ഫാസിസത്തെ കൂട്ടിപ്പിടിച്ചുകൊണ്ട്, മതത്തെ കൂട്ടിപ്പിടിച്ചുകൊണ്ട്, ജനാധിപത്യത്തിൽ ചാലിച്ചുകൊണ്ട് സാധാരണ ജനതയെ വിഡ്ഢികളാക്കി ഭരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ ഭരണം മുന്നോട്ട് പോകും തോറും ലോകം വീണ്ടും ഫാസിസത്തിൽ അകപ്പെട്ട് വികസനത്തിൽ നിന്നും അകന്ന് മുരടിച്ചു പോകുമെന്ന് യുവാൻ ലോഹ ഹരാരി പറയുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട് എനിക്ക് പറയാനുള്ളത്, നാം ഒരു തിരിച്ചുപോക്ക് വീണ്ടും ലിബറലിസത്തിലേക്ക് പോകണം. വർഗീയ ഫാസിസം കൊണ്ട് ലോകത്തൊന്നും തന്നെ നേടാനില്ല. അത് മനുഷ്യരെ നശിപ്പിക്കുകയല്ലാതെ മറ്റൊന്നും നമുക്ക് ലഭിക്കുകയില്ല എന്നുള്ള യാഥാർത്ഥ്യം നാം തിരിച്ചറിഞ്ഞുകൊണ്ട് ഇന്ത്യയിലെ മതേതര ജനാധിപത്യ പ്രസ്ഥാനങ്ങളിൽ അടിയുറച്ച് മുന്നോട്ട് പ്രവർത്തിക്കുവാൻ പ്രിയപ്പെട്ട സഹോദരന്മാരും സഹോദരിമാരും തയ്യാറാകണമെന്നാണ് ഈ അവസരത്തിൽ എനിക്ക് ഉണർത്തുവാനുള്ളത്. പ്രിയമുള്ളവരെ, നമ്മളുടെ സഹോദരന്മാരും സഹോദരിമാരും ഈ ഫീൽഡിൽ ഇറങ്ങി പ്രവർത്തിക്കുമ്പോൾ വ്യക്തിപരമായ ഒരു ലാഭവും പ്രതീക്ഷിച്ചിട്ടല്ല. ഞാൻ നേരത്തെ സൂചിപ്പിച്ച OICയുടെ വിങ്ങിന്റെ നേതാക്കൾ ജമാമിലെ ജയിലുകളിൽ, ആ ജയിലറകളിലെത്തി ജയിലിൽ കിടക്കുന്ന വനിതകളെ കണ്ട് അവരുടെ വിഷയങ്ങൾ പഠിക്കുമ്പോൾ അവരെല്ലാം സുഖസുഭിഷ്ടമായി ജീവിക്കുവാൻ കഴിവുള്ളവരാണ് OICയുടെ ആ നേതാക്കളായ ആ സ്ത്രീകൾ. പക്ഷെ അവരിറങ്ങി സഞ്ചരിക്കുന്നത് നമുക്ക് വേണ്ടിയാണ്, നമ്മുടെ സഹോദരങ്ങൾക്ക് വേണ്ടിയാണ്, നമ്മുടെ സഹോദരിമാർക്ക് വേണ്ടിയാണ്. അതുപോലെ ഇറങ്ങിത്തിരിക്കാൻ നിങ്ങൾ ഏവരും തയ്യാറാകണമെന്നുള്ളതാണ്. എല്ലാവരും സാമൂഹിക പ്രതിബദ്ധതയുള്ളവരാകണം, സമൂഹത്തോട് കടപ്പാടുള്ളവരാകണമെന്ന് ഈ അവസരത്തിൽ ഉണർത്തിക്കൊണ്ട് മുന്നോട്ടുള്ള OICയുടെ പ്രവർത്തനത്തിന് എല്ലാത്തിനും ഏവരുടെയും പൂർണ്ണമായ സഹകരണം ഉണ്ടാകണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ടും ഇവിടുത്തെ ഈ പരിപാടി ഉദ്ഘാടനം ചെയ്ത് അറിയിച്ചുകൊണ്ടും